വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തു. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. ഞങ്ങൾ മിൻറ്റുമാളിൻ്റെ ഉള്ളിലാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഒക്കെ കണ്ടു. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിച്ചു അത് വാങ്ങി ഇത് വാങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു സ്റ്റാറാണ് വാങ്ങേണ്ടത്. നിച്ചുവിൻ്റെ കണ്ട് വേറെ പല സാധനങ്ങളിലോട്ടും പോകുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പഴയകാല ഓർമ്മകളെല്ലാം ഉണർത്തുന്ന ഈ കുട്ടി കുട്ടി മിഠായികൾ കണ്ടത് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അതുകൊണ്ടാണ് എടുത്തത്. പഴയ മിഠായികളെ കഴിച്ചതായിട്ടൊക്കെ എല്ലാവർക്കും പല ഓർമ്മകളും ഉണ്ടാവും. അങ്ങനെ ഈ ഒരു മാളിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ ഒരു ട്രീ ഒക്കെ ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സാന്റ ഒരു ക്യൂട്ട് സാന്റ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ആടി കളിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നിച്ചുവിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് സാന്റേനെ ആദ്യമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമല്ല. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഈ ഒരു സ്പേസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് ഓരോ ക്രാവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് ആ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയാം. ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു സ്പേസാണ്. ഈ ഒരു സമയത്ത് ചായ കുടിക്കാനൊക്കെ ആയാലും ഞാൻ കൂടുതലായിട്ടും വന്നിരുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഏറ്റവും എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 5 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. 5 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ സെയിം വാൾപേപ്പർ അടക്കം സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ല, ആ ഒരു ടൈമിൽ ഞാൻ വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് കേട്ടോ. ഒരു 5 വർഷം മുന്നേ. പക്ഷേ ഇപ്പോഴും ആ സെയിം വാൾപേപ്പർ എല്ലാം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേകത, ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇതിൽ ആഡ് ചെയ്തത്. സോ ഇപ്പോൾ 5 വർഷത്തിനിപ്പുറം ഇവിടെ നിച്ചു വന്നിരുന്ന് ചായ കുടിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. നിച്ചുവിന് ആ ഒരു സാൻഡയുടെ അടുത്തുനിന്ന് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ക്യൂട്ട് മിനിമോസിൻ്റെ ഒക്കെ ക്യൂട്ട് ബനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കുകയാണ്. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മാളിന് ചുറ്റും നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉദ്ദേശിച്ച പോലെ ഇവിടെ നിന്ന് സ്റ്റാർ കിട്ടിയില്ല കേട്ടോ. നമുക്കൊരു ഗോൾഡൻ കളറിൽ അല്ലെങ്കിൽ ഒരു റെഡ് കളറിലുള്ള സ്റ്റാറാണ് നോക്കിയത്. അങ്ങനെ പോകുന്ന വഴിക്ക് സ്റ്റാർ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടു. ഇവിടെ മുഴുവനും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്രിസ്മസിൻ്റെ സ്റ്റാർസ്, ലൈറ്റ്സ്, ഡെക്കർ ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് LED ടൈപ്പ് അല്ല, നമുക്ക് സാധാ ടൈപ്പിലുള്ള സ്റ്റാർ ആയിരുന്നു കേട്ടോ വേണ്ടിയിരുന്നത്. അതും റെഡ് ഓർ ഗോൾഡൻ കളറാണ് നമ്മൾ പ്രിഫർ ചെയ്തത് കേട്ടോ. ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റാർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത് നല്ല രസം ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള സ്റ്റാർ വാങ്ങിയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ തന്നെ ആ സ്റ്റാർ പപ്പ തൂക്കിയിട്ടു. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ LED സ്റ്റാർ നമ്മൾ ഒരു 1 ഇയർ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. പക്ഷേ അതിൻ്റെ ലൈറ്റ് ഇപ്പോൾ കത്തുന്നില്ല. ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും LED സ്റ്റാറാണ് കാണാറ്. അപ്പോൾ ഒരു വ്യത്യസ്തത വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മളും LED തന്നെയായിരുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇത്തവണ ഈ ഒരു ഗോൾഡൻ സ്റ്റാർ വാങ്ങി. എന്തായാലും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ എത്തിയിട്ട് ക്രിസ്മസ് സ്റ്റാറൊക്കെ തൂക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ക്രിസ്മസ് ട്രീ ഡെക്കർ ചെയ്യാൻ പോകാൻ കേട്ടോ. ഈ ഡെക്കർ ഐറ്റംസ് ഒക്കെ കുറച്ച് 2 വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ് കേട്ടോ. നമ്മൾ ഓരോ ടൈമിൽ ക്രിസ്മസ് ഫെസ്റ്റിവലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതെടുത്ത് സേഫായിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കും. എന്നിട്ട് അടുത്ത സീസൺ ആകുമ്പോൾ വീണ്ടും ഇത് റീയൂസ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ട്രീ ഡെക്കർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ വൈറ്റ് ട്രീ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു 2 years ആയി കാണും ഈ ഒരു ട്രീ വാങ്ങിയിട്ട്. അങ്ങനെ നിച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ് ഈ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടി. അത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. നമുക്ക് കൊച്ചിയിൽ ചെന്നിട്ടും അവിടെയും നമ്മൾ കുറച്ച് പ്ലാനൊക്കെ ചെയ്ത് നമുക്ക് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുള്ള പുൽക്കൂട് സെറ്റാക്കണം. പിന്നെ അതേപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇടണം. ബ്രോഡ്വേയിലൊക്കെ പോയിട്ട് കുറച്ചുകൂടി ഡെക്കർ ഐറ്റംസ് വാങ്ങണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇരുന്നതാണ്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ചെയ്യണം. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വന്നത് കുറച്ച് ദിവസത്തേക്കായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ട്രീയുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. തവണ ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് തിരിച്ചെടുത്ത് വെച്ചതായിരുന്നേ. ഇപ്പോൾ എടുത്ത് വീണ്ടും ട്രീ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ട്രീക്ക് എന്തൊക്കെയോ ഒരു അപാകതകളുള്ളതായിട്ട് എനിക്കൊരു തോന്നൽ. മേ ബി അത് ഒന്നുകൂടി സെറ്റ് ആക്കണമായിരിക്കും.
ഞാൻ ഫോണ് സെൽഫി മോഡിൽ ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. എൻ്റെ കയ്യിൽ ട്രൈപോഡൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുന്നത്. സെൽഫി മോഡിൽ ക്യാമറ ഓൺ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഈ ട്രീയുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിച്ചും എൻ്റെ അനിയത്തിയും ഏറ്റെടുത്തു. അപ്പോൾ അവർ ചെയ്യട്ടെ, നമുക്കിത് കണ്ടാസ്വദിക്കാം. ട്രീ ഒക്കെ റെഡിയായി. ഇനി നമുക്കൊന്ന് ലൈറ്റ് മോഡിൽ നിന്ന് ഡാർക്ക് മോഡിലൊന്ന് ഇട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൾ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.